2007 ജൂലൈ മാസം 11 ബംഗ്ലാദേശ് മൈമൻസിംഗ് ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പാസഞ്ചർ ട്രെയിൻ യാത്രയ്ക്കായി തയ്യാറെടുക്കുകയായിരുന്നു. ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ചുമന്നുകൊണ്ടായിരുന്നു ആ ട്രെയിൻ നിന്നത്. തന്റെ യാത്ര തുടങ്ങാൻ അത് പൂർണ്ണമായും തയ്യാറായി നിന്നു. എപ്പോഴത്തെയും പോലെ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ലോക്കോ പൈലറ്റ് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ശ്രദ്ധയോടെ പരിശോധിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കകം ട്രെയിൻ പുറപ്പെടാനുള്ള സിഗ്നൽ ലഭിച്ചു. ട്രെയിൻ പതിയെ നീങ്ങി തുടങ്ങി. സമയം ഏകദേശം വൈകിട്ട് 3:30. ട്രെയിൻ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ട്രെയിൻ പോകുന്ന അതേ ട്രാക്കിൽ ലോക്കോ പൈലറ്റ് ഒരു അസാധാരണ കാഴ്ച ശ്രദ്ധിച്ചു. ദൂരെ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നത് അവൻ കണ്ടു. അവർക്കൊരു മുന്നറിയിപ്പ് നൽകാനായി അദ്ദേഹം ട്രെയിനിന്റെ ഹോൺ മുഴക്കി. പക്ഷെ അവിടെ നിന്ന് നീങ്ങുന്നതിന് പകരം അവർ ട്രെയിനിനെ നോക്കി നടന്നു വരുന്നതായിരുന്നു കണ്ടത്. ഇത് കണ്ടപ്പോൾ ലോക്കോ പൈലറ്റ് കൺഫ്യൂസ്ഡ് ആയി. എമർജൻസിയായി ബ്രേക്ക് ഇടാൻ ശ്രമിച്ചു. അതേസമയം എല്ലാവരും ആകാശത്തേക്ക് മുഖം നോക്കി ട്രാക്കിൽ കിടന്നു. ലോക്കോ പൈലറ്റ് ട്രെയിനിന്റെ വേഗത കുറയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിർത്താൻ അദ്ദേഹത്തിനാകില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിനും അപ്പുറത്തായി ആ ട്രെയിൻ ആളുകളെ ഇടിച്ച് തെറിപ്പിച്ചു. ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാവരുടെയും ശരീരം ചതഞ്ഞുപോയി. അവർ ആ സ്ഥലത്ത് തന്നെ മരിച്ചു. ആ സ്ഥലം രക്തക്കുളമായി മാറി. എല്ലാവരുടെയും ശരീരം ചിതറിപ്പോയി. ശരീരഭാഗങ്ങൾ എല്ലായിടത്തും ചിതറിക്കിടക്കുന്നു. നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ഭീകരമായൊരു ദൃശ്യമായിരുന്നു അത്. ഉടൻ തന്നെ ഈ ഒരു സംഭവം റെയിൽവേ അധികാരികൾക്കും പോലീസിനും അറിയിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കകം സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചു. അവിടെ അവർ കണ്ടെത്തിയത് അമ്പരപ്പിക്കുന്നതും വിശ്വസിക്കാൻ പോലും കഴിയാത്തതുമായ പല കാര്യങ്ങളായിരുന്നു. 2007 മുഴുവൻ ബംഗ്ലാദേശിനെയും ഞെട്ടിപ്പിച്ചൊരു സംഭവം. വളരെ വ്യത്യസ്തവും അസാധാരണവുമായ ഒരു കഥ. അതാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമൻസും ഈ ഒരു ചാനലും ഈ വീഡിയോയും ഒരുപാട് പേരിലേക്ക് എത്തിക്കാനും സഹായിക്കും. അന്വേഷണം ആരംഭിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു സംഭവം നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ട്രാക്കിന് സമീപം നടന്നു പോയിരുന്ന ചിലർ പറഞ്ഞു അവർ സ്വമേധയാ ട്രാക്കിൽ കിടന്നതാണെന്ന്. മരിച്ച എല്ലാവരും ഒരേ പ്രദേശത്തുള്ളവരാണെന്നും അവർ അൻവർ ദർബേഷ് കുടുംബത്തിലെ അംഗങ്ങളാണെന്നും പോലീസ് മനസ്സിലാക്കി. ഇതറിഞ്ഞപ്പോൾ പോലീസിന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ഉയർന്നു. മുഴുവൻ കുടുംബവും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്? അതിനുത്തരമെന്ന പോലെ അവരുടെ വീട്ടിൽ നിന്നും ചില പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുമെന്നും പോലീസ് കരുതി. അങ്ങനെ അവർ അൻവറിന്റെ വീട്ടിലേക്ക് പോയി. പക്ഷെ അവിടെ വളരെ അപ്രതീക്ഷിതമായ ഒരു ആഘാതമായിരുന്നു അവരെ കാത്തിരുന്നത്. അൻവറിന്റെ വീട്ടിലെത്തിയ പോലീസ് വീടിന്റെ അകത്തും പുറത്തും തെളിവുകൾ തേടി. വീടിന്റെ പിന്നിൽ ഒരു കബറിടം പോലെ മൊത്തം 9 കുഴികൾ കണ്ടു. വീടിന്റെ വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു. പോലീസ് പൂട്ട് പൊളിച്ചകത്ത് കയറി. അവിടെ അവർ കണ്ടത് ഒരു വലിയ കാലിയായ ശവപ്പെട്ടിയായിരുന്നു. ഈ 2 കാര്യങ്ങളും കണ്ടപ്പോൾ പോലീസിന് വലിയ ആശയക്കുഴപ്പം ഉണ്ടായി. ഇത് സാധാരണ ആത്മഹത്യയല്ലെന്നും ഈ കേസിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്നും അവർക്ക് വ്യക്തമായി. അതിനാൽ അൻവറിന്റെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പോലീസ് തീരുമാനിച്ചു. അവർ അയൽവാസികളോട് ചോദിച്ചു. അപ്പോൾ അവർ അറിഞ്ഞത് അൻവർ ദർബേഷ് വർഷം 2000 തന്നെ മരിച്ചു. ഇപ്പോൾ അവിടെയുള്ളത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളായ പെൺമക്കളും ആൺമക്കളുമായിരുന്നു. തുടക്കത്തിലെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ആശുപത്രിയിൽ നിന്നുള്ള അവസാന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസിന് ലഭിച്ചു. ആ റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിരുന്നത് മരിച്ചവരുടെ മൊത്തം എണ്ണം 9 എന്നാണ്. വീടിന്റെ പിന്നിൽ കണ്ടെത്തിയ കുഴികളുടെ എണ്ണം 9, മരിച്ചവരുടെ എണ്ണം 9. ഇവ രണ്ടിനും ഇടയിൽ എന്തോ ബന്ധമുണ്ടെന്ന് സംശയിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. അൻവർ ദർബേഷിന്റെ 65 വയസ്സുള്ള ഭാര്യ ഹീന, 40 വയസ്സുള്ള മൂത്ത മകൾ ആഥേരി, 33 വയസ്സുള്ള മുർഷിദ, 30 വയസ്സുള്ള ആരിഫ്, 22 വയസ്സുള്ള രഹത്, 17 വയസ്സുള്ള ഷബ്ന, 11 വയസ്സുള്ള മൗല, അവസാനം 9 വയസ്സുള്ള മകൻ മൂൺ. ഇങ്ങനെ ആകെ 8 പേർ മരിച്ചു. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 9 പേരെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എങ്കിൽ ആ 9ാമത്തെ ആൾ ആരാണ്? അതെ, പോലീസ് ഉദ്യോഗസ്ഥർ അവരോടൊപ്പം പുതുതായി ഒരു അപരിചിതയായ സ്ത്രീയുടെ ശരീരം കൂടെ കണ്ടെടുത്തു.
ആ പെൺകുട്ടി ആരാണെന്നറിയാൻ പോലീസ് വീണ്ടും പ്രദേശവാസികളോട് തന്നെ ചോദിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ പെൺകുട്ടിയുടെ പേര് ലീന എന്നാണ്. ആരാണ് ഈ ലീന? അൻവറിന്റെ കുടുംബവുമായി അവൾക്ക് എന്താണ് ബന്ധം? ഇത് അന്വേഷിച്ചപ്പോഴാണ് അൻവർ കുടുംബത്തെക്കുറിച്ചുള്ള അമ്പരപ്പിക്കുന്ന സത്യങ്ങൾ പോലീസിന് അറിയാൻ കഴിഞ്ഞത്. അതേസമയം വീടിനുള്ളിൽ പരിശോധന നടത്തുന്നതിനിടെ പോലീസിന് ഒരു വിചിത്രമായ ഡയറി കിട്ടി. ആ കുടുംബം ഇത്തരമൊരു തീരുമാനം എടുക്കാനുണ്ടായ യഥാർത്ഥ കാരണം ആ ഡയറിയിൽ എഴുതിയിരുന്നു. അൻവറിന്റെ ഇളയ മകൾ 33 വയസ്സുള്ള മുഷിതയാണ് ആ ഡയറി എഴുതിയത്. അയൽവാസികൾ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളും ഡയറിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയ വിവരങ്ങളും ഒന്നിച്ചു കൂട്ടിച്ചേർത്തപ്പോൾ ആ കുടുംബം ഈ ഭീകരമായ തീരുമാനം എടുത്തതിന്റെ യഥാർത്ഥ കാരണം വ്യക്തമായി. പാകിസ്ഥാൻ ആർമിയിൽ ജോലി ചെയ്തിരുന്ന അൻവർ ദർവേഷ് 1971 ബംഗ്ലാദേശ് മുക്തി യുദ്ധത്തിന് ശേഷം റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് കുടുംബത്തോടൊപ്പം മൈമൻസിംഗിൽ സ്ഥിരതാമസമാക്കി. താൻ ആരാണെന്നും എവിടെ നിന്ന് വന്നതാണെന്നും അൻവർ പ്രദേശവാസികളിൽ നിന്നും മറച്ചുവെച്ചു. സ്വയം ഒരു സന്യാസിയായി അല്ലെങ്കിൽ ഒരു പുരോഹിതനായി, സ്വയം ഒരു പണ്ഡിതനായി തന്നെ അവതരിപ്പിച്ചു. ചെറുപ്പം മുതലേ ഇസ്ലാമിക പഠനങ്ങൾ പഠിച്ചിരുന്ന അൻവർ അത് തൻ്റെ ജീവിതത്തിൽ കർശനമായി അനുസരിച്ചിരുന്നു. അള്ളാഹുവിനോടുള്ള അടുപ്പമുള്ള വിശ്വാസത്തോടെ ദിവസവും 5 നേരം നമസ്കരിച്ചുകൊണ്ട് താൻ പഠിച്ച പാഠങ്ങൾ പ്രദേശവാസികളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് അവൻ ആ പ്രദേശത്ത് വളരെ പ്രശസ്തനായി. അവൻ്റെ പ്രഭാഷണം കേൾക്കാൻ ആളുകളുടെ കൂട്ടം കൂടി തുടങ്ങി. ഇതിനിടെ തനിക്ക് ഭാവി പ്രവചിക്കാൻ കഴിയുമെന്നും അൻവർ പറഞ്ഞു. ഈ വാർത്ത കാട്ടുതീ പോലെ പ്രദേശമൊട്ടാകെ പടർന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ അയാളെ കാണാൻ വരാൻ തുടങ്ങി. ആദ്യകാലത്ത് സൗജന്യ സേവനമായി ഇത് ചെയ്തിരുന്ന അൻവർ പിന്നീട് അത് തന്നെ തൻ്റെ ഒരു പൂർണ്ണ ജോലിയാക്കി മാറ്റി. തുടക്കത്തിൽ അയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമായപ്പോൾ ആളുകൾക്ക് അവനിലുള്ള ഒരു വിശ്വാസം കൂടുതലായി. അതിനാൽ അവർ ചില സംഭാവനകളും അവന് നൽകി തുടങ്ങി. ആ ചെറിയ തുകയിലൂടെ ആ കുടുംബം മുന്നോട്ട് പോയി. എന്നാൽ ആവശ്യങ്ങൾ കൂടിയപ്പോൾ പണത്തിൻ്റെ ആവശ്യവും കൂടി തുടങ്ങി. അതിനുശേഷം അൻവർ ഹീം ഖുഷാം എന്ന പേരിൽ ഒരു വീട്ടിൽ തയ്യാറാക്കിയ മുടിയെണ്ണ നിർമ്മിച്ചു. അത് വിൽക്കാൻ തുടങ്ങി. അവൻ്റെ ബിസിനസ്സും വളരെ നന്നായി തന്നെ നടന്നു. കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ തുടങ്ങി. ഇങ്ങനെയിരിക്കെ 1985 ഇടിമിന്നൽ പോലെ പുതിയൊരു പ്രശ്നം വന്നു. പാറ്റന്റ് ഇല്ലാതെ ഈ ബിസിനസ് നടത്തുന്നു എന്നൊരു പരാതി ഉയർന്നു. അതിനുശേഷം അയാളുടെ ഈ ബിസിനസ് അടച്ചുപൂട്ടി സീൽ ചെയ്തു. അപ്രതീക്ഷിതമായി വന്ന ഈ ഒരു പ്രശ്നം കുടുംബത്തിന്റെ സാമ്പത്തിക നിലയെയും മാനസിക സമാധാനത്തെയും ഒരു കൊടുങ്കാറ്റ് പോലെ തകർത്തു കളഞ്ഞു. ഇത് കാരണം അൻവർ മുഴുവനായും തകർന്നുപോയി. കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാലോചിച്ച് ഒരു ഡിപ്രഷനിലേക്ക് പോയി. കുടുംബം പൂർണ്ണമായും പണമില്ലാതെ ദുരിതത്തിലായി. കുറച്ചു മാസം മുൻപ് എല്ലാം ശരിയായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ അവസ്ഥ. ഇതാലോചിച്ച് അവൻ കൂടുതൽ വേദനിച്ചു. കുടുംബത്തിന്റെ ദുഃഖസ്ഥിതിയാൽ തകർന്ന അൻവർ തൻ്റെ ദേഷ്യവും ദുഃഖവും ആരോട് കാണിക്കണമെന്നറിയാതെ താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ദൈവത്തോട് തന്നെ അത് കാണിക്കാൻ തുടങ്ങി. ദൈവം എന്നൊന്നില്ല, അതൊക്കെ വെറും കഥ മാത്രമാണ്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടാൻ അനുവദിക്കുമായിരുന്നോ? ഇങ്ങനെ അയാൾ പറഞ്ഞു. അതിനുശേഷം തൻ്റെ കുടുംബത്തോടും ഇസ്ലാം ഒരിക്കലും പാലിക്കരുത് എന്ന് കർശനമായി പറഞ്ഞു. കുടുംബത്തിലെ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും ഒരു ചോദ്യം പോലും ചോദിക്കാതെ അത് അംഗീകരിച്ചു. ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അൻവർ ഇനി ഇസ്ലാമിക ചിന്തകൾക്ക് പകരം ഇസ്ലാമിനെ എതിർക്കുന്ന ചിന്തകൾ പ്രദേശവാസികളോട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. മുൻപ് അള്ളാഹുവിൻ്റെ മഹത്വം പറഞ്ഞിരുന്ന അവൻ ഇപ്പോൾ അതിൻ്റെ വിപരീതമാണ് പഠിപ്പിച്ചത്. ഇത് കാരണം ആ പ്രദേശത്തെ മതപരമായ മുസ്ലിം സമൂഹം അവനെ വെറുക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, മറ്റു മതങ്ങളുടെ പുണ്യഗ്രന്ഥങ്ങളും അവൻ വായിക്കാൻ തുടങ്ങി. പുസ്തകത്തിൻ്റെ പേരും മതത്തിൻ്റെ പേരും മാത്രമാണ് വ്യത്യാസം. അകത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് ഹിന്ദുമതം, ബുദ്ധമതം, ക്രിസ്തുമതം എല്ലാം കള്ളമാണെന്ന് അവൻ ചിന്തിച്ചു. അവസാനം ഒരു മതവും ഇല്ല എന്നവൻ തീരുമാനിച്ചു. ഇങ്ങനെ പൂർണ്ണമായും ഒരു കുഴപ്പത്തിലുള്ള അവസ്ഥയിലായിരുന്നപ്പോൾ അവൻ ആദം മതം എന്ന പേരിൽ ഒരു പുതിയ മതം സൃഷ്ടിച്ചു. അതിന് സ്വന്തമായി നിയമങ്ങളും വിശ്വാസങ്ങളും രൂപപ്പെടുത്താൻ തുടങ്ങി. ഭൂമിയിൽ ജനിച്ച ആദ്യ മനുഷ്യൻ ക്രിസ്ത്യൻസിലും ഇസ്ലാമിലും പറയുന്ന ആദം തന്നെയാണ് യഥാർത്ഥ ദൈവം എന്നാണ് അവൻ പറഞ്ഞത്. തൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥലത്താണ് ആദവും ഹവയും സൃഷ്ടിക്കപ്പെട്ടത് എന്നും അവൻ അവകാശപ്പെടുന്നു. താനാണ് ആദത്തിന്റെ പുനർജന്മമെന്നും സാധാരണ മനുഷ്യനായ ആളുകൾക്കിടയിൽ ജീവിക്കുകയാണെന്നും അവൻ പറഞ്ഞു. ഇനി താൻ മരിച്ചാലും വീണ്ടും പുനർജന്മം എടുക്കുമെന്നും അവൻ അവകാശപ്പെട്ടു. അവസാനം തങ്ങൾ എല്ലാവരും ആദം മതത്തിൽപ്പെട്ടവരാണെന്നും ആ മതം ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്നും അവൻ പ്രഖ്യാപിച്ചു. ഇങ്ങനെ അവൻ പൂർണ്ണമായും അന്ധവിശ്വാസത്തിലേക്ക് മാറി. എന്നാൽ ആദ്യം മുതൽ തന്നെ ഇതിനെ എതിർത്തിരുന്ന അവൻ്റെ രണ്ടാമത്തെ മകൾ, അവൾക്ക് മതം മാറുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു.
അതുകൊണ്ട് തൻ്റെ ഒരു മകനെയും മകളെയും ഈ കുടുംബത്തിനൊപ്പം വിട്ടിട്ട് മൈമൻസിംഗിൽ നിന്നും ഏകദേശം 140 കിലോമീറ്റർ ദൂരെയുള്ള ബ്രഹ്മഭാരി എന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്ന കുട്ടികളടക്കം എല്ലാവരും ആദം റിലീജിയന്റെ അനുയായികളായി മാറി. ഇങ്ങനെയിരിക്കെ 2000 ജൂലൈ അൻവർ ഹൃദയാഘാതം മൂലം മരിച്ചു. സാധാരണയായി ഒരു വ്യക്തി മരിച്ചാൽ അവനോടുള്ള വൈരാഗ്യം, വെറുപ്പെല്ലാം കുറയാറുണ്ട്. പക്ഷെ ഇവിടെ അൻവർ മരിച്ചതിന് ശേഷം ആളുകൾ അവനെ കൂടുതൽ വെറുക്കാൻ തുടങ്ങി. കാരണം അൻവറിന്റെ അവസാന ആഗ്രഹം എന്തായിരുന്നുവെന്നാൽ ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമായി തൻ്റെ ശരീരം അടക്കം ചെയ്യണമെന്നായിരുന്നു. അതായത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ശരീരം അടക്കം ചെയ്യണമെന്നവൻ പറഞ്ഞു. മുസ്ലിം സമൂഹത്തിൽ പടിഞ്ഞാറ് ദിശയിൽ അടക്കം ചെയ്യുന്നത് പാപമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇത് പ്രദേശവാസികൾ അറിഞ്ഞതോടെ വലിയ പ്രതിഷേധം ഉണ്ടായി. ആദം കുടുംബം എന്ന് വിളിക്കപ്പെട്ട അൻവറിന്റെ കുടുംബം ആ പ്രദേശത്തു നിന്നും പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. ഇതിനിടെയാണ് അതേ പ്രദേശത്തെ ലീന ആദം മതത്തിൽ ആകർഷിക്കപ്പെടുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അവൾ അൻവറിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കാനും തുടങ്ങി. ഇവർ ഇസ്ലാമിനെ എതിർക്കുന്നു എന്നറിഞ്ഞ പ്രദേശവാസികൾ അവരെവിടെ കണ്ടാലും അവരെ മർദ്ദിക്കാൻ തുടങ്ങി. കുടുംബത്തിലെ ആരെങ്കിലും പുറത്തു പോയാൽ ആളുകൾ കൂട്ടം കൂടി അവരെ മർദ്ദിക്കുകയും അശ്ലീല വാക്കുകൾ വിളിച്ചു പറയാനും തുടങ്ങി. അങ്ങനെ ആ കുടുംബത്തെ നിരന്തരമായി പീഡിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കുട്ടികൾ മുതൽ വയോധികർ വരെ അടുത്ത് എന്ത് സംഭവിക്കുമെന്ന ഭയത്തിൽ ജീവിക്കാൻ തുടങ്ങി. ഭക്ഷണം വാങ്ങാൻ പുറത്തു പോയാൽ പോലും അവരെ അടിച്ചോടിക്കും. ഭക്ഷണം വാങ്ങാൻ പോലും അനുവദിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് 2004 സെപ്റ്റംബർ മാസം 10 അൻവറിന്റെ കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്ന മൂത്ത മകനായ ഗോല ഒരു സംഘർഷത്തിനിടെ അത്യന്തം ക്രൂരമായി കൊല്ലപ്പെട്ടു. കുടുംബത്തിന്റെ ഏക സാമ്പത്തിക പിന്തുണ നഷ്ടപ്പെട്ടതോടെ അവരുടെ വേദന ദിവസം തോറും കൂടി തുടങ്ങി. അവിടെയാണ് അവരെല്ലാവരും ഈ ഭീകരമായ തീരുമാനം എടുത്തത്. മരിക്കുന്നതിന് മുൻപ് ആ ഡയറിയിൽ അവർ എഴുതിയിരുന്നത് എന്തായിരുന്നാൽ, ഈ ലോകം നബിയെ ചുറ്റിയാണ് ഭ്രമണം ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങൾക്കും അവനാണ് കാരണം. അതുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കാൻ ഞങ്ങൾ ഈ ലോകം വിട്ടു പോകുന്നു. ഇപ്പോൾ പോയാലും വീണ്ടും ആദത്തിന്റെ പുനർജന്മമായി ഞങ്ങൾ തിരിച്ചു വരും. അവർ ദൈവത്തിന്റെ അവതാരങ്ങളായി ജനിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. അതിനുശേഷം അവർ 9 കുഴികളെടുത്തു. 2007 ജൂലൈ മാസം 11 ആമുഖത്തിൽ നമ്മൾ കണ്ടതുപോലെ കുട്ടികളടക്കം എല്ലാവരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു. ഈ വാർത്ത മുഴുവൻ ബംഗ്ലാദേശിലും വൻ ചർച്ചയായി. ആ ട്രെയിൻ ട്രാക്ക് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ അവിടെ കൂടി. മുൻപ് പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് 9 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചത്. ശരീരങ്ങൾ ചിതറിയതിനാൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എത്ര പേർ മരിച്ചു എന്ന് തന്നെ വ്യക്തമായത്. അതെ, ആ സ്ഥലം ചിതറിയ ശരീരഭാഗങ്ങളാൽ നിറഞ്ഞിരുന്നു. ഒരു കൈ 3 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് വരെ കണ്ടെത്തിയിരുന്നു. അൻവറിനെ പോലുള്ള നിരവധി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഒരു കൾട്ട് സംഘടനയുണ്ടാക്കി മറ്റുള്ളവരെയും ബ്രെയിൻ വാഷ് ചെയ്യും. ഒരു സിനിമയിലെ പ്രശസ്തമായൊരു ഡയലോഗ് ഉണ്ട്, ദൈവമില്ലെന്ന് പറയുന്നവരെ വിശ്വസിക്കാം, പക്ഷേ താനാണ് ദൈവം എന്ന് പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത്. മതവും ദൈവവും ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസത്തെ ആശ്രയിച്ചാണുള്ളത്. അതിൽ ഉയർന്നതോ താഴ്ന്നതോ എന്നൊന്നും ഇല്ല. ഓരോരുത്തർക്കും തങ്ങളുടെ മതവും ദൈവവും മഹത്തായതാണ്. അതിപ്പോൾ ശിവനായാലും അല്ലാഹു ആയാലും യേശു ആയാലും. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെ അന്ധവിശ്വാസത്തിൽ ആഴമായി മുങ്ങിപ്പോയിരിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളൊരു ഉപദേശം എന്താണ്? കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നൽകുന്ന ലൈക്കായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ കൊണ്ടെത്തിക്കുന്നത്. എല്ലാവർക്കും ഇതൊരു അവയർനെസ് ആയിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.